ഹായ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്നലെ ഇന്ത്യൻ സമയം 7:30 യു എസിൽ നിന്ന് PMI ഡേറ്റ വന്നത്. വീക്കായിട്ടുള്ളൊരു PMI ഡേറ്റ വന്നതിന് ശേഷം US മാർക്കറ്റ് ശക്തമായിട്ടുള്ളൊരു ഫോളിലേക്ക് പോയി. നാസ്ഡാക്ക് എല്ലാം തന്നെ ഏകദേശം ഒരു 3.25% 300 പോയിൻറ്റിലധികം ഫോള് രേഖപ്പെടുത്തി. US അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനികൾ രണ്ടും, NVIDIAയും ഇൻ്റലും, രണ്ട് കമ്പനികളും അതിൻ്റെ ഏറ്റവും വലിയ സിംഗിൾ ഡേ ഫോളിന് കാരണമായി 10% ഫോളായി. അതുവഴി ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുമ്പേ നമ്മൾ കണ്ടിരുന്നു നിഫ്റ്റി ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു മൈനസാണ് രാവിലെ പ്രീ മാർക്കറ്റ് സമയത്ത് നമ്മൾ കണ്ടത്. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ഏകദേശം ഒരു 189 പോയിൻറ്റിൻ്റെ ഒരു ഫോളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കണ്ടത്. ഏഷ്യൻ മാർക്കറ്റും ഇടിവായിരുന്നു. എന്നാൽ റിലയൻസ്, HDFC ബാങ്ക് തുടങ്ങിയ കമ്പനീസിൻ്റെ നല്ലൊരു പിന്തുണ കാരണം നിഫ്റ്റി അതിൻ്റെ ഇൻട്രാഡേ ലോയിൽ നിന്ന് 129 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡ് രേഖപ്പെടുത്തി. ഏഷ്യൻ പെയിൻറ്റും 2.3% ഏഷ്യൻ പെയിൻറ്റും റാലി രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള മുൻനിര ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ ശക്തമായിട്ടുള്ളൊരു പിന്തുണ ഇല്ലാതിരുന്നെങ്കിൽ നിഫ്റ്റി ഇന്ന് 200 പോയിൻറ്റിലേറെ ഫോൾ ആകേണ്ട ദിവസമായിരുന്നു. നിഫ്റ്റി റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. യെസ്റ്റർഡേ ക്ലോസ് കാണാം, നല്ലൊരു ഗ്യാപ്പ് ഡൗൺ. ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് കാണാം 25,100 പരിസരത്ത്. മാർക്കറ്റ് 25,150 വരെ പോയി, വീണ്ടും ഇടിഞ്ഞു, വീണ്ടും ശക്തമായിട്ട് കയറി ഇൻട്രാഡേ ലോയിൽ നിന്ന് 121 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി 25,200 താഴെയാണ് നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയിൽ വലിയ ഫോളോ ആയിട്ടുള്ളത് എസ്പെഷ്യലി വിപ്രോ, കോൾ ഇന്ത്യ, ONGC, ഹിൻഡൽകോ, M&M തുടങ്ങിയ കമ്പനീസ് 1% മുതൽ 3% വരെയുള്ള ഒരു ഫോളാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് പോകുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ്, 3ഉം റെഡിലാണ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ. അതിന് മുകളിൽ കാണാം ഇന്ത്യ വിക്സ് 3.47% ഒരു സ്പൈക്ക് ചെയ്ത് 14.3. അതിന് മുകളിലുള്ള എല്ലാം ഏഷ്യൻ മാർക്കറ്റാണ്. ഇതിൽ നിക്കി, ജപ്പാൻ മാർക്കറ്റ് ഏകദേശം 1684 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ഉണ്ടാക്കി. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ ഏകദേശം 2500 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ഉണ്ടാക്കി. ബ്രന്റ് ഓയിലും ഗോൾഡും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് ഇപ്പോൾ ട്രേഡ് ചെയ്തത് $2,488 പെർ ഔൺസ് എന്ന നിലയിലാണ്. അപ്പോൾ ബിറ്റ്കോയിലും ശക്തമായിട്ടുള്ളൊരു ഇടിവ് നമ്മൾ കണ്ടു. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. സ്പോട്ട് ഉള്ളത് 25,198 എന്ന റേഞ്ചിലാണ്. PCR 8 ടോപ്പിൽ കാണാം 0.83 ആണ്. കൂടുതൽ കോള് ഷോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഈവൻ അറ്റ് ദ മണി തന്നെ അഗ്രസീവ്ലി ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും 25,100, 25,000 പുട്ട് റൈറ്റിംഗ് കാണുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് പൊതുവേ കുറേ നാളുകളായിട്ട് US മാർക്കറ്റും അതല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഒരു ഓവർ ബോട്ട് സോണിലാണോ അല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ US മാർക്കറ്റിൽ നിന്നൊരു നെഗറ്റീവായിട്ടുള്ളൊരു വാർത്ത ഉണ്ടാവുകയും അത്യാവശ്യം റാലി രേഖപ്പെടുത്തിയ മാർക്കറ്റിൽ ഒരു ചെറിയൊരു ഫോൾ ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് കറക്ഷനൊന്നും വിളിക്കാറായിട്ടില്ല. മാർക്കറ്റ് കണ്ടല്ലോ നമ്മൾ ഇൻട്രാഡേ ലോയിൽ നിന്ന് റിക്കവറി രേഖപ്പെടുത്തി. അതായത് ബുൾസ് ഓരോ ഇടിവിലും അക്യുമുലേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലാതെ വലിയൊരു ഗ്യാപ്പ് ഡൗണിന് ശേഷം ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെ ഇന്നത്തെ ഹൈ ആകുന്ന സാഹചര്യമാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന ഒരു സാധ്യത. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, പിന്നീടുള്ള ക്യാൻഡലുകൾ എല്ലാം തന്നെ താഴേക്കെന്നുള്ള സിനാരിയോ അല്ലായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഗ്യാപ്പ് ഡൗണിൽ. ഇന്നത്തെ ഓപ്പണിംഗ് തന്നെയാണ് ഇന്നത്തെ ലോ. അതിനുശേഷം ക്യാൻഡലുകളെല്ലാം തന്നെ മുകളിലേക്കാണ് നമ്മൾ കണ്ടത്. നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്തരത്തിലാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ നിൽപ്പ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ഉള്ളത്, ഈവൻ ഡോ ഫ്യൂച്ചർ അടക്കം. വിപ്രോയും LNT മൈൻട്രയും കോൾ ഇന്ത്യയും എല്ലാം തന്നെ വലിയ തോതിൽ ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കമ്പനികളുടെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം ഇന്നത്തെ രക്ഷകനായിട്ട് നിലകൊണ്ടിട്ടുള്ളത് റിലയൻസ് ആണ്. റിലയൻസ് വലിയ തോതിൽ റാലി രേഖപ്പെടുത്തിയത് കൊണ്ടല്ല ഇന്നത്തെ രക്ഷകൻ എന്ന് പറയുന്നത്, മറിച്ച് റിലയൻസ് ഫോളായാൽ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്ക് ആയതുകൊണ്ട് വലിയ തോതിൽ ഫോളാവും. റിലയൻസിൻ്റെ ഒരു പ്രധാന ന്യൂസ് ഉള്ളത്, റിലയൻസിന് ഏകദേശം 10 ജിഗാവാട്ട് കപ്പാസിറ്റി ഉള്ള പുതിയൊരു സെൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെൻറ്റീവിലൂടെ അംഗീകാരം കിട്ടിയിട്ടുണ്ടെന്നുള്ള ന്യൂസ്. രാമ സ്റ്റീൽ കമ്പനി അവർ ഓണിക്സ് റിന്യൂവബിൾ ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. നാറ്റ്കോ ഫാർമ കമ്പനി അവരുടെ പുതിയ ഒരു മെഡിസിന് ഒരു യൂസിൽ നിന്നുള്ള അംഗീകാരം ലഭിച്ചു. ഫോർട്ടിസ് ഹെൽത്ത് കെയർ കമ്പനി എഗ്ലിസിൻ്റെ സ്റ്റേക്ക് 31% സ്റ്റേക്ക് 1,778 കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തു. ശില്പ മെഡിക്കെയർ കമ്പനി ഇവരുടെ പുതിയ കിഡ്നി ഡിസീസിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ
അംഗീകാരം അപ്രൂവൽ ലഭിച്ചു. സോന BLV കമ്പനി എസ്കോട്ട് കുബൂത്ത എന്ന് പറയുന്ന ട്രാക്ടർ സെക്ടറിൽ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ അവരായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഒരു ന്യൂസ് ഉള്ളത് ടാറ്റ സഫാരി, ഹാരിയർ തുടങ്ങിയ SUVസിന് ഗ്ലോബൽ NCAPയുടെ സേഫർ ചോയ്സ് അവാർഡ്, ഇന്ത്യയിലെ ഹയസ്റ്റ് സേഫ്റ്റി കാറുകളായിട്ട് ഈ കാറുകൾക്ക് അംഗീകാരം ലഭിച്ചു. അബോട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഫാർമ സെക്ടറിലുള്ള ലീഡിംഗ് കമ്പനിയാണ്. അവർ അബോട്ട് ഇന്ത്യ, സിപ്ല, ബയോകോൺ തുടങ്ങിയ കമ്പനീസിന് GST കൗൺസിലിൻ്റെ റിവ്യൂ മീറ്റിങ്ങുകളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ഒരു ഫാർമ കമ്പനീസിന് GST റിലീഫ് കിട്ടിയേക്കാമെന്നുള്ളൊരു ന്യൂസ്, അതുപോലെ തന്നെ സമാനമായൊരു ന്യൂസും ഈ കാസിനോ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു റിവ്യൂ, അതായത് കാസിനോ ബിസിനസ്സിന് ഇപ്പോൾ 28% ആണ് GST ഉള്ളത്, അത് റിവ്യൂ ചെയ്തേക്കാം എന്നുള്ള ന്യൂസ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതിന്നും ഈ ഒരു ഡെൽറ്റ കോർപ്പിലൊന്നും ഏഷ്യയില്ല എന്ന് വേണം പറയാൻ. KPI ഗ്രീൻ എനർജി കമ്പനി അവർക്ക് പുതിയ 16 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ പവർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ ലഭിച്ചു. NBCC കമ്പനി റൈറ്റ് സൈഡ് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. പൾസ് ഇലക്ട്രോണിക്സ് കമ്പനി ഇവർ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. 1:1 റേഷ്യോയിലാണ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. ലുപ്പിൻ ഫാർമ കമ്പനിയാണ്. ഇവിടെ പുതിയ ഒരു മെഡിസിൻ US ലോഞ്ച് ചെയ്ത് $1.6 ബില്യൺ ആണ് ഈ ഒരു മെഡിസിൻ ത്രൂ സെയിൽസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. HUL, CCL തുടങ്ങിയ കമ്പനീസിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് തേയിലയുടെ വില വർദ്ധിപ്പിക്കാനായിട്ടുള്ള തീരുമാനമുണ്ട്. ബ്രസീലിലെ കടുത്ത വരൾച്ചയാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് HUL പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത് നമ്മൾ കണ്ടു. CCL എന്ന് പറഞ്ഞ കമ്പനി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 13% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്രോനെറ്റ് കമ്പനി ബ്രൂണെ രാജ്യമായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തേക്കാമെന്നുള്ള ന്യൂസുകളുണ്ട്. ഡീപ്പ് എനർജി കമ്പനി ഇവർ നാഷണൽ കമ്പനി ഓഫ് ലോ ട്രിബ്യൂണൽ NCLT, അപ്പോൾ നാഷണൽ കമ്പനി ഓഫ് ലോ ട്രിബ്യൂണൽ ഈ ഡീപ്പ് എനർജിക്ക് ഈ സാൽവ ഓയിലായിട്ട് അമാൽഗമേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം ലഭിച്ചു എന്നുള്ള ന്യൂസ് ഡീപ്പ് എനർജി കമ്പനീസിന് ഇന്ന് ഗുണകരമായിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ വീണ്ടും ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വീണ്ടും വരുമ്പോൾ US നിന്ന് ഇനി വെള്ളിയാഴ്ച ദിവസമാണ് ജോബ് ഡേറ്റ ഉള്ളത്. അപ്പോൾ PMI ഡേറ്റ വളരെ വലിയ രീതിയിൽ പ്രാധാന്യമുള്ളതാണ്, ജോബ് ഡേറ്റയും പ്രാധാന്യമുള്ളതാണ്. ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടി പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, സെപ്റ്റംബറിലാണ് ജെറോം പൗലും കൂട്ടരും US സെൻട്രൽ ബാങ്ക് റേറ്റ് കട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ അദ്ദേഹം പലതവണയായിട്ട് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ അവരെടുത്തിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനത്തിന് അതിനെതിരായിട്ട് അല്ലെങ്കിൽ അവരുടെ ചിന്തകളെ മാറ്റാനായിട്ട് നെഗറ്റീവ് ഇൻ ദ സെൻസ് ഇൻട്രസ്റ്റ് റേറ്റ് തൽക്കാലം കുറയ്ക്കേണ്ട, എക്കണോമി സ്റ്റേബിൾ അല്ല അല്ലെങ്കിൽ മാന്ദ്യ സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിൽ ഫ്യൂവൽ പകരുന്ന ഒരു ഡേറ്റയാണ് ഇന്നലെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര വലിയ തോതിൽ റിയാക്ട് ചെയ്യപ്പെട്ടത്. എനിവേ നാളെ രാവിലെ പ്രീ മാർക്കറ്റ് ന്യൂസിൽ കാണും. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.